ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മൾ രാവിലെ ഒരു സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറ എസ്റ്റേറ്റിലാണ്. ഇത് നമുക്ക് രാവിലെ അടിപൊളി ഇവിടെ ഒരു സൺറൈസ് കിട്ടും. സൂര്യൻ വരുന്നേ ഉള്ളൂ. എനിക്കൊന്ന് പത്തനംതിട്ട ജില്ലയിൽ ഇതുപോലൊരു സൺറൈസ് കാണാൻ പറ്റുന്നൊരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മാതിരി വ്യൂ ആണ്. സൂര്യൻ വരുന്നേ ഉള്ളൂ, ഇപ്പം വരും. അപ്പോൾ നേരത്തെ ഇത് ഇവിടെ റബ്ബറൊക്കെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കൈത വെച്ചേക്കുവാണ്. കൈതയുടെ ഇടയ്ക്ക് റബ്ബർ തൈയും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സമയമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു സൺറൈസ് കാണാം. കുറച്ച് നാളോടെ കഴിയുമ്പോൾ ഇത് ഇവിടെ റബ്ബറൊക്കെ വളരും, ഈ വ്യൂ ഒക്കെ പോവും. ഹലോ ഗായ്സ്, അങ്ങനെ സൂര്യൻ ദേ എത്തിയിരിക്കുകയാണ്. ജസ്റ്റിനെ, ഈ ചെങ്ങറ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അടിപൊളി വ്യൂ പോയിന്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതെ, എനിക്കും തോന്നുന്നു പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും നല്ലൊരു സൺറൈസ് ഞാനും കണ്ടിട്ടില്ല. അതിമനോഹരമാണ്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ സന്ധ്യാസമയത്തൊക്കെയാണ് തോന്നുന്നത് ഇതിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് അടിക്കുന്നത്. അപ്പം രാവിലെ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ആൾക്കാർ വരുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ രാവിലെ സമയത്ത് വരുന്നതാണ് ഏറ്റവും മനോഹരമായി എനിക്ക് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. അതെ അതെ അതെ. ഇത് പത്തനംതിട്ട ജില്ലയിൽ കറക്റ്റ് പ്രോപ്പർ എവിടെ ആയിട്ട് വരും? ഇത് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ റാന്നിയിൽ നിന്ന് വന്നുകൊണ്ട് നമ്മൾ വടശ്ശേരിക്കര വഴി വന്ന് നേരെ തലച്ചിറ വഴി കയറി ഇങ്ങോട്ട് പോരും. കോന്നിയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ അട്ടച്ചാക്കിൽ നിന്ന് നേരെ ചെങ്ങറയിലോട്ട് വരുന്ന വഴിയാണ്. അതെ അതെ, നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സൺറൈസ് തന്നെ കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പം ആ പാടെ ത്രില്ലായിപ്പോയി. മനോഹരമായ പ്രദേശം നമ്മുടെ നാട്ടിലുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ഒരു അടിപൊളി ഒരു സൺറൈസൊക്കെ കണ്ട് ആസ്വദിച്ച്, അതുപോലെ നമ്മൾ എസ്റ്റേറ്റിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിനെ എങ്ങനെ ഉണ്ടായി നമ്മുടെ ചെങ്ങറ എസ്റ്റേറ്റ്? ഇതിനെ സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബ്. അതെ അതെ, അതുപോലെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പട്ടികൾ. ഇമാരുടെ ഗ്യാങ് ഇവിടെ ഉണ്ട്. ഇമാർ പണി കിട്ടാതെ നോക്കിക്കോണം. ഇപ്പം ഞങ്ങൾ 2 ദിവസമായി വരാൻ തുടങ്ങി, അതുകൊണ്ട് ഞങ്ങളെ പരിചയമായി തോന്നുന്നു. ഉയ് പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നമ്മളെ ഇലക്ട്രിക് വേലികൾ വെച്ചിട്ടുണ്ട്. ഷോക്കൊന്നും അടിക്കാതെ സൂക്ഷിക്കേണ്ടതാണ്, നല്ല പണി കിട്ടും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.